നമസ്കാരം. നമ്മൾ ഇന്ന് പറയുന്നത് മാമത്തുകളെക്കുറിച്ചാണ്. അവസാന മാമത്തിന്റെ യാത്ര. വളരെ കാലം മുമ്പ് ഹിമയുഗത്തിൽ കമ്പിളി മാമത്തുകളുടെ ഒരു വലിയ കൂട്ടം വിഹരിച്ചിരുന്നു. തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ കട്ടിയുള്ള രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഈ ഭീമൻ ജീവികൾ അവയുടെ ഭീമാകാരമായ കൊമ്പുകൾക്കും ഉയർന്ന ശരീരത്തിനും പേരുകേട്ടവയായിരുന്നു. അവയിൽ അർക്ക എന്നു പേരുള്ള ഒരു മാമത്തും ഉണ്ടായിരുന്നു. അർക്ക തന്റെ കൂട്ടത്തിലെ ഏറ്റവും ഇളയവനായിരുന്നു. ഇപ്പോഴും വളരുന്നുണ്ടെങ്കിലും ഇതിനകം തന്നെ ഒരു വലിയ രൂപം. അവന്റെ കൊമ്പുകൾ ചുരുണ്ടു തുടങ്ങിയിരുന്നു. അവൻ ശക്തനായിരുന്നെങ്കിലും അവൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. കഠിനമായ തണുത്തുറഞ്ഞ ഭൂപ്രകൃതിയിൽ ഭക്ഷണം എങ്ങനെ കണ്ടെത്താമെന്നും മഞ്ഞുമൂടിയ മരുഭൂമിയിൽ പതിയിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് തന്റെ കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കാമെന്നും പഠിക്കുന്നത് അവൻ തന്റെ മുതിർന്നവരെ നിരീക്ഷിക്കുമായിരുന്നു. ഒരു കൊടും തണുപ്പുള്ള ശൈത്യകാലത്ത് കൂട്ടത്തിന് മാറ്റത്തിന്റെ കഠിനമായ കാറ്റ് അനുഭവപ്പെട്ടു തുടങ്ങി. അവരുടെ മുന്നിൽ വ്യാപിച്ചു കിടക്കുന്ന മഞ്ഞുപാളികൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. മഞ്ഞിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. അവ മേയിച്ചിരുന്ന പുല്ല് കുറവായിരുന്നു. അവരുടെ ബുദ്ധിമാനായ മാതൃപിതാവിന്റെ നേതൃത്വത്തിൽ കൂട്ടം ഭക്ഷണം തേടി പുതിയൊരു ദേശത്തേക്ക് നീങ്ങേണ്ട സമയമാണിതെന്ന് തീരുമാനിച്ചു. യാത്ര നീണ്ടതും ദുഷ്കരവുമായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. എന്നിട്ടും കൂട്ടം മുന്നോട്ട് നീങ്ങി. അവയുടെ കാൽപ്പാടുകൾ മഞ്ഞിൽ ആഴത്തിലുള്ള അടയാളങ്ങൾ അവശേഷിപ്പിച്ചു. സ്വയം തെളിയിക്കാൻ ദൃഢനിശ്ചയിച്ച അർക്ക മറ്റുള്ളവരോടൊപ്പം വേഗത കൂട്ടി. തന്റെ ശക്തി താൻ ഒരിക്കലും സങ്കല്പിക്കാത്ത വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടെങ്കിലും എല്ലാ രാത്രിയിലും ചെന്നായ്ക്കളുടെ ഓരിയിടൽ ദൂരെ പ്രതിധ്വനിച്ചു. അതിജീവനത്തിനായി പോരാടുന്ന ഒരേയൊരു ജീവി തങ്ങളിലെന്ന് മാമോത്തുകളെ ഓർമ്മിപ്പിച്ചു. ഒരു വൈകുന്നേരം സൂര്യൻ ചക്രവാളത്തിന് താഴെ അസ്തമിച്ചപ്പോൾ അർക്കക്കൂട്ടത്തിന് വളരെ പിന്നിലായി മഞ്ഞുപാളികളുടെ